പാട്ടും ഊത്തും 5811 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത് അന്തരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗാനകൂകിലം എന്ന് തന്നെ പറയാവുന്ന എസ് ജാനകി അമ്മയോട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ 2-3 പാട്ടുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. 2 പാട്ട് വോക്കലായിട്ടും 1 പാട്ട് ഫ്ലൂട്ടിലും വായിക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യത്തെ പാട്ട് ഇന്നലെ നീയൊരു സുന്ദര രാഗമായി കൃഷ്ണമൂർത്തി സ്വാമികളും പി ഭാസ്കരൻ അവറുകളും ചേർന്നൊരുക്കിയ പാട്ടാണ്. വളരെ മനോഹരമായിട്ട് ജാനകിയമ്മ അത് പാടിയിട്ടുണ്ട്. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമകകരാങ്കുലിച്ചുംബനലഹരിയിൽ പ്രേമസംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരകാനാരിമാരാഗാന നിർധരി കേട്ടു തരിച്ചു നിന്നു. നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഇന്നലെയൊരു നവവാസരസ്വപ്നമായി നീ എൻ മനോമുകുരത്തിൽ വിരുന്നു വന്നു. ചൈത്ര സുഗന്ധത്തിൻ്റെ താലവൃന്ദത്തിൻ കീഴിൽ മധ്യാഹ്ന മനോഹരി മയങ്ങിടുമ്പോൾ മുന്തിരിക്കുലകളായി നോപുരമണിഞ്ഞെത്തും സുന്ദരവാസന്ത ശ്രീയെന്ന പോലെ. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. അടുത്ത പാട്ട് MS വിശ്വനാഥൻ, ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ പാട്ട്. ഇതൊക്കെ അവാർഡ് കിട്ടിയ പാട്ടുകളാണ് കേട്ടോ. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി. 1000 ഉന്മാദരാത്രികൾ തൻ ഗന്ധം ആത്മതലത്തിൽ തുളുമ്പി. ആത്മതലത്തിൽ തുളുമ്പി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി. നീയുറങ്ങുന്ന നിരാലംബശയ്യയിൽ നിർനിദ്രമീ ഞാനൊഴുകി. ആ ആ ആ നീയുറങ്ങുന്ന നിരാലംബശയ്യയിൽ നിർനിദ്രമീ ഞാനൊഴുകി. രാഗ
രാഗപരാഗമുലർത്തുമത്തേൻ ചൊടി പൂവിലെന്നാദം മെഴുകി അറിയാതെ നീ അറിയാതെ ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി. നാഥ നീ വരും കാലച്ച കേൾക്കാതെ വളരെ 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 നല്ലൊരു പാട്ടാണിത്. നമ്മുടെ MG രാധാകൃഷ്ണൻ ഈണം നൽകി പൂച്ചൽ ഖാദർ എഴുതിയ ഈ ഗാനം ഫ്ലൂട്ടിലൂടെ നമുക്ക് കേട്ടുനോക്കാം. വളരെ നല്ലൊരു പാട്ടാണിത്. അപ്പോൾ ഈ പാട്ടുകളിലൂടെയൊക്കെ പോകാം. ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. നമുക്ക് പിന്നൊരു സമയത്ത് ഇതിൻ്റെ പാട്ടുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പണ്ടത്തെ പാട്ടുകളൊക്കെ വളരെ അർത്ഥമുള്ള പാട്ടുകൾ. ഇപ്പോഴത്തെ അർത്ഥം വളരെ മോശമാണ് അല്ല, പക്ഷെ ഒന്നും കൂടി ആ സന്ദർഭത്തിന് വളരെ സ്യൂട്ടബിളായിട്ടുള്ള പാട്ടുകളായിരുന്നു മുമ്പത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ അർത്ഥം നോക്കിയാൽ മനസ്സിലാവും. ജാനകിയമ്മ എന്ന് പറയുന്നത് ശരിക്ക് എന്താ പറയുക, ഒരു സംഗീതം ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ കൃത്യമായ അവസരം പോലും കിട്ടാത്ത ഒരു വ്യക്തിത്വമാണ്. പക്ഷെ എന്നാലും അവിടെ ഈശ്വരൻ കനിഞ്ഞരുളിയ ആ ഒരു സംഗീതത്തിൻ്റെ കഴിവ് അതൊരു എന്താ പറയുക, ഒരു നദി ഒഴുകുന്നത് പോലെ വളരെ സ്വച്ഛന്തമായി ഒഴുകിപ്പോയി ആയിരക്കണക്കിന് പാട്ടുകൾ അവരുടെ കണ്ടത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. തമിഴിലൊക്കെ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ ശ്രീമതി എസ് ജാനകി അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.